തത്സമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടുപ്പിക്കാമോ? ജനത്തിന്റെ കണ്ണ് വെട്ടിച്ചാൽ ഇയാൾ ജട്ടി മാത്രമല്ല എന്തു വറുത്തെടുക്കും. ഹലോ, നമസ്കാരം. ഇപ്പം നിങ്ങൾ കണ്ടത് പഴയ ഒരു സിനിമയിലെ കോടതി രംഗമാണ്. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ്, 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥയുടെ കോടതി ആവിഷ്കാരമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു വിദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. ആൻഡ്രൂ സാൽവത്തോർ സംശയാസ്പദമായ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിലാകുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. ഇനി കഥയിലേക്ക്. 1990 ഏപ്രിൽ 4 മയക്കുമരുന്നുമായി ഓസ്ട്രേലിയൻ സ്വദേശി ആൻഡ്രൂ സാൽവത്തോറിനെ പോലീസ് വിമാനത്താവളത്തിൽ പിടികൂടുന്നു. മയക്കുമരുന്നുമായി പിടിയിലായ ആൻഡ്രൂ സാൽവത്തോറിനെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷം തടവിന് ശിക്ഷിച്ചു. ആന്റണി രാജുവിൻ്റെ സീനിയറായിരുന്ന അഭിഭാഷക സെലിൻ വിൽഫ്രഡാണ് ഇയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. പക്ഷേ ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു. തൊണ്ടി മുതലായിരുന്ന അടിവസ്ത്രം പ്രതിക്ക് പാകമാകുന്നില്ലെന്നും പോലീസ് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നുമുള്ള പ്രതിഭാഗം അഭിഭാഷകരുടെ വാദം അംഗീകരിച്ചാണ് വെറുതെ വിട്ടത്. ഇതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥൻ ജയമോഹൻ സുപ്രീം കോടതിയെ സമീപിച്ചു. തുടർന്നാണ് ഹൈക്കോടതി പോലീസിനെ തുടരന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. ആൻഡ്രൂ സാൽവത്തോറിൻ്റെ അടിവസ്ത്രം ഉൾപ്പെടെയുള്ള തൊണ്ടി സാധനങ്ങൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇത് പിന്നീട് കോടതി വിട്ടു നൽകിയപ്പോൾ കൈപ്പറ്റിയത് അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവായിരുന്നു. പിന്നീട് കോടതിയിലേക്ക് തിരികെ നൽകിയപ്പോൾ അടിവസ്ത്രത്തിൽ കൃത്രിമത്വം സൃഷ്ടിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. അടിവസ്ത്രം വെട്ടിത്തച്ച് ചെറുതാക്കി പുതുതായി തുന്നിച്ചേർത്തതായുള്ള ഫോറൻസിക് റിപ്പോർട്ടും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെ ഓസ്ട്രേലിയയിൽ എത്തിയ ആൻഡ്രൂ സാൽവത്തോർ കൊലക്കേസിൽ അറസ്റ്റിലായി ജയിലിലായി. അവിടെ വെച്ച് കേരളത്തിലെ ലഹരിക്കേസിൽ തൊണ്ടിമുതലിൽ തിരിമറി നടത്തി രക്ഷപ്പെട്ടുവെന്ന് ഇയാൾ സഹ തടവുകാരനോട് വെളിപ്പെടുത്തി. ഇതറിഞ്ഞ ഓസ്ട്രേലിയൻ അധികൃതർ ഇന്റർപോളിന് വിവരം കൈമാറി. ഇന്റർപോൾ ഇക്കാര്യം ഇന്ത്യയിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയെ അറിയിച്ചു. തിരുവനന്തപുരം കോടതിയിൽ നിന്ന് കേസ് 2014 നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ലേക്ക് മാറ്റിയിരുന്നു. കേസ് പലതവണ പരിഗണിച്ചെങ്കിലും ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ ഹാജരായിരുന്നില്ല. പുനരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വിചാരണ നേരിടണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ നടപടിക്ക് ശേഷം ആന്റണി രാജു MLA പ്രതികരിച്ചത് ഇങ്ങനെ. ഇന്റർപോൾ അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, അതിൽ ഞാനല്ല പ്രതി, വേറെയാണ് പ്രതി എന്ന റിപ്പോർട്ടുണ്ടല്ലോ. ഇന്റർപോളും CBI അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടൊന്നും നിങ്ങൾ കാണുന്ന കോടതിയിലുണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ വേറെയാണ്. എനിക്കിതിൽ യാതൊരു ആശങ്കയില്ല, ഒരു ഭയവുമില്ല. ഈ പ്രതികരണത്തിന് ശേഷമാണ് ഒരു കാലത്ത് ദേശാഭിമാനിയുടെ എല്ലാമായിരുന്ന G ശക്തിധരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത്. അത് ഇങ്ങനെ: തൊണ്ടി മുതൽ കേസ്, കർത്താവിന് സ്തുതി. സുപ്രീം കോടതി വിധി കൊണ്ട് കൂടുതൽ കരുത്തനാകുമെന്ന ആന്റണി രാജുവിൻ്റെ അവകാശവാദം മന്ത്രിസഭയുടെ അഭിപ്രായമായി കാണണോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ ഭാഷയാണ് കേരളം കേട്ടത്. എന്തായാലും ഏതാനും മാസം മുമ്പ് വരെ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിൻ്റെ പുച്ഛം നിറഞ്ഞ ചൂടോടെയുള്ള ഈ അഭിപ്രായത്തെ കേരളം ഗൗരവമായി തന്നെ എടുക്കണം. ഒരിക്കലും അവഗണിക്കരുത്. VS അച്യുതാനന്ദനായിരുന്നു CPM നേതാവായിരുന്നെങ്കിൽ ഈ മഹാൻ നിയമസഭയുടെ പടി ചവിട്ടില്ലായിരുന്നു എന്നത് ഉറപ്പ്. ജയിച്ചാൽ തന്നെ മന്ത്രി കസേരയിൽ എത്തില്ലായിരുന്നു. അതാണ് രണ്ട് ഭരണത്തിൻ്റെയും വ്യത്യാസം. ഈ വിധിയോടെ കൂടുതൽ കരുത്തനാകുമെന്ന ആന്റണി രാജുവിൻ്റെ അവകാശവാദം എന്തായാലും ഓരോ മലയാളിയും ഭയക്കണം. പരമോന്നത നീതിപീഠം ഇത്ര ചീള് പദവിയാണോ? കോടതിയോടുള്ള വെല്ലുവിളിയല്ലേ ഇത്? ഇങ്ങനെ ന്യായാധിപരെ ഇളിഭ്യരാക്കാമോ? ഇങ്ങനെ വെല്ലുവിളിക്കാൻ ഇദ്ദേഹം ആരാ? ഇതെന്താ രാജഭരണമാണോ? ജനത്തിൻ്റെ കണ്ണ് വെട്ടിച്ചാൽ ഇയാൾ ജട്ടി മാത്രമല്ല എന്തു മറുത്തെടുക്കും. അവൻ്റെ കൂടെയാണ് ഭരണവർഗം.
വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ നൃശംസൻ എന്തും ചെയ്യും. അടിവസ്ത്രം മാത്രമല്ല, നിയമവ്യവസ്ഥയുടെ മറ്റെന്തും ഉരിഞ്ഞെടുക്കും. ഇന്നലെ വിധി കേട്ടപ്പോഴുള്ള ആ ധാർഢ്യം കണ്ടില്ലേ? കള്ള തിരുമാലി. നിശ്ചിത സമയത്തിനുള്ളിൽ നിയമാനുസൃതമായി വിചാരണ നേരിടണമെന്നേ രാജ്യത്തെ പരമോന്നത നീതിപീഠം പറഞ്ഞുള്ളൂ. അതിനാണ് ഈ ഭത്സനം. ഒരു ചാനലിൽ പരമോന്നത സമയം തന്നെ കിട്ടി. അതോടെ പറുദീസയിലെത്തിയെന്നാണ് വിചാരം. അവതാരകൻ നന്നായി കശക്കിയെങ്കിലും ഒരു കൂസലുമില്ല. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം എന്ന മട്ടാണ്. അധികാരം തൽക്കാലം അയാളുടെ കൈകളിലാണ്. ലോക ശ്രദ്ധ നേടിയ ഈ സംഭവത്തിൽ ഒന്ന് ശക്തമായി പ്രതികരിക്കാൻ പോലും കേരളമേ നിനക്ക് കഴിയാതെ പോയല്ലോ. കർത്താവിന് സ്തുതി. അങ്ങനെ തൊണ്ടി മുതലും ജട്ടിരാജുവും എന്നുള്ള കഥ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടെന്നോ? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ ബായി. ഓക്കെ, ബൈ ബൈ.